ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങൾ ഓർക്കുന്നത് ഞാൻ എന്താ ഒരു കൊച്ചു പീസ് തുണിയായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നല്ലേ? ഇതൊരു വെൽവെറ്റിന്റെ ഒരു പീസ് തുണിയാണ്. എനിക്ക് വെൽവെറ്റ് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു കുഷൻ ഉണ്ടാക്കാം, ഒരു ഹാർട്ട് ഷേപ്പില് ഒരു കുഷൻ ഉണ്ടാക്കാന്ന്. നിങ്ങൾക്ക് ഒരു മോഡലിന് വേണ്ടി ഞാൻ ചെറുത് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് നല്ല വലുപ്പമുള്ള നമ്മുടെ സോഫയിലൊക്കെ വെക്കാൻ പറ്റുന്ന വലിയ കുഷൻസ് ഉണ്ടാക്കാം, അല്ലെ ബെഡിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ കുഷൻസ് വേണേലും ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു കുഞ്ഞ് ഹാർട്ട് റൂമിൽ വെക്കുന്നതൊക്കെ? അപ്പൊ ഞാൻ ഓർത്ത് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു വെട്ടുകഷ്ണം ഇവിടെ കിടന്നാ ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടോ. നിങ്ങളുടെ ഇരിക്കുന്ന തുണി 4 ആയിട്ടൊന്ന് മടക്കുക. ഓക്കെ കേട്ടോ. ഉള്ളതും കൊണ്ട് ഞാൻ 4 ആയിട്ട് ഇതിനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. നിങ്ങളൊക്കെ നല്ല മിടുക്കരായിരിക്കും ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ അല്ലേ? നിങ്ങൾക്ക് നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ വരയ്ക്കാം. കണ്ടോ, ഞാൻ കുടുക്ക പോലെ നിൽക്കുന്ന ഒരു ഹാർട്ടാണ് വരയ്ക്കുന്നത്. കണ്ടോ, നിങ്ങൾ ചെറിയ മാർക്കയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഹാർട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ കൊണ്ട് ഒരു ശകലം ഡെപ്ത് ഉണ്ടെങ്കിൽ ഹാർട്ട് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വരച്ചേക്കുന്നത് ഇതേ കണ്ടോ, ഇതിനെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പൊ ഇതെങ്ങനെ വരും നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ. ഇങ്ങനെ വെച്ചേക്കാം. ഇതിന്റെ കോർണറിൽ നിന്ന് തന്നെ വെട്ടുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിപ്പോ ഇത്ര തുണി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നന്നായിട്ട് തുണിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഇഞ്ച് ഇവിടെ അടിക്കുവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിനോട് കൂട്ടി ഞാനിവിടെ അങ്ങ് വെട്ടിയിട്ടുണ്ട്. ഓക്കെ, 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇത് ആദ്യം ഒന്ന് വരയ്ക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഇതിന് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അടിക്കാനുള്ള ഒരു സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇതാ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 2 പീസ് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 2 ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇച്ചിരി പീസലാണ് ഇട്ട് പണിതുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ മറിച്ചിടുക. ഓക്കെ, നിങ്ങളിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് തയ്ച്ചു വരിക. ഇങ്ങനെ തയ്ച്ചു വന്നിട്ട് ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഒരിടത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിൽ പഞ്ഞിയോ അല്ലെങ്കിൽ ഫോമോ വട്ടേവർ അല്ലെ കുഞ്ഞു കുഞ്ഞു കട്ട് തുണികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതിനെ നല്ല ബൾജ് ചെയ്ത് നിർത്തിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് തയ്ച്ചെടുക്കുന്നത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, നമ്മുടെ ഹാർട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി നമ്മൾ ഈ എടുത്തേക്കുന്ന ആ വി ഷേപ്പ് ഉണ്ട് അവിടെ മാത്രം ഈ കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് ആ തയ്ച്ചതേല് മുട്ടാതെ അതിന്റെ അരികു വരേക്കും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് എന്താ പറയാ അതിനെ ഒന്ന് മറിച്ചിടാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഒരു കുഞ്ഞു വിടവാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാം. എന്താ ഇത് കണ്ടോ, കുഞ്ഞു വിടവ് വിട്ടിട്ടുണ്ട്. ഇതിനകത്തോടായിരിക്കും ഞാൻ നമ്മുടെ പഞ്ഞിയെല്ലാം കയറ്റി വിടാൻ പോകുന്നത്. ഓക്കെ, ഇത്ര വിടവ് ഇട്ടിട്ടുണ്ട്. ഇതിനെ കൂടെ പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ഷേപ്പൊക്കെ വന്നോന്നറിയണ്ടേ. അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പഴയ കുഷ്യൻ്റെ കുറച്ച് പഞ്ഞിയാണ്, അത് ഇതിലേക്ക് ഞാൻ കയറ്റാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് വീതം നമ്മൾ ഇട്ടേക്കുന്ന ആ ഹോളില്ലേ അതിലേക്കൂടെ ഇത് നിറയ്ക്കാൻ പോവാം കേട്ടോ. ഇതുണ്ടോ, നോക്കിക്കേ, ഞാൻ ഇതിനെ അത്യാവശ്യം ഒന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾ വെട്ടുന്ന ഷേപ്പ് പോലെ ഇരിക്കും. എൻ്റെ ഷേപ്പ് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഭംഗിയുള്ള ഹാർട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അല്ലെ പേപ്പറെ വെട്ടിയെടുത്തതിന് ശേഷം ഈ തുണിയെ വെച്ച് വെട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ചു കൊടുക്കുക, അല്ല മെഷീനിലാണേലും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇത് മെഷീനിൽ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എൻ്റെ ഹാർട്ട് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല അല്ലേ. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക. ഒരു മോഡൽ കാണിച്ചു തന്നു മാത്രം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.